വഴിയിലൂടെ ഒരു ജീപ്പ് മുന്നേറുമ്പോൾ അതിൽ നിന്ന് ഒരു പീച്ചുപഴം വഴിയിലേക്ക് തെറിച്ചുവീണു. ആ രാത്രിയിൽ അത്ഭുതമായി ചെറിയൊരു മഴ പെയ്തു. മഴത്തുള്ളികൾ പീച്ചിനെ നനച്ചു. കുറച്ചു ദിവസങ്ങൾക്കുശേഷം പൊട്ടിയ മണ്ണിന്റെ ഇടയിൽ നിന്നൊരു ചെറിയ മുള തലയുയർത്തി. എന്നാൽ സൂര്യന്റെ കനത്ത ചൂടുയർന്നപ്പോൾ ആ മുള വാടിച്ചുരുണ്ടുപോകാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ആമ അവിടെ എത്തിയത്. ഉണങ്ങിപ്പോകുന്ന മുളയെ കണ്ടപ്പോൾ അതിന്റെ ചെറുഹൃദയം വിങ്ങി. ദൂരത്തുള്ള ചെറിയൊരു ഊറ്റിലേക്ക് പോയി ആമ. തന്റെ നഖങ്ങളാൽ പൊട്ടിയ മണ്ണിലൂടെ ഒരു ചെറിയ ഒഴുക്കുപാത കുഴിച്ചു. കുഞ്ഞു ചെടിയെ രക്ഷിക്കാൻ വെള്ളമെത്തിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ വെള്ളത്തുള്ളികൾ പൊട്ടിയ മണ്ണിലൂടെ ഒഴുകി മുളയുടെ വേരുകളിൽ തൊട്ടപ്പോൾ മുള വീണ്ടും നേരെ നിൽക്കാനും ജീവൻ വീണ്ടെടുക്കാനും തുടങ്ങി. മാസങ്ങൾ കടന്നപ്പോൾ ആ ചെറുമുള ഒരു വലിയ പീച്ചുമരമായി വളർന്നു. ആമയും കുറുകനും ചെറിയ പക്ഷികളും ഒത്തുചേർന്ന് ആ മരത്തിന്റെ തണലിൽ ദിനങ്ങൾ കഴിച്ചു ഒരു കുടുംബം പോലെ ജീവിച്ചു. എന്നാൽ ഒരു ദിവസം പീച്ചുമരത്തെ ഒരു മരം വെട്ടുകാരൻ വെട്ടിക്കളഞ്ഞു. കൊമ്പുകളും ഇലകളും നിലത്ത് ചിതറിക്കിടക്കുമ്പോൾ ആമ മരത്തിന്റെ അരികെയിരുന്നു കരയുകയായിരുന്നു.